പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ എത്ര ശക്തിയാണ് ഉള്ളത്? എനിക്ക് എത്ര ശക്തിയുണ്ട് എന്ന് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതെ, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മൾ കേപ്പബിൾ ആണ്, നമ്മൾ റെസിലിയൻ്റ് ആണ്. ആൻഡ് വി ആർ എനഫ്, വി ആർ വർത്തി ആൻഡ് വി ആർ അൺസ്റ്റോപ്പബിൾ. ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെക്കുറിച്ച്? ഇന്ന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പോണത് നമ്മുടെ ശക്തിയെക്കുറിച്ചാണ്. ശക്തിയാണ്, നമ്മുടെ പവറാണ്. മൈ സ്ട്രെങ്ത്സ് ആർ മൈ സൂപ്പർ പവർ. നമ്മളതിന് സൂപ്പർമാൻ്റെ പോലെ ആവണമെന്നോ അല്ലെങ്കിൽ സൂപ്പർ വുമൺ ആവണമെന്നോ ഒന്നുമില്ല. നമ്മളുടെ ഡെയിലി ചലഞ്ചുകളെ, നമ്മൾ ഡേ ടു ഡേ ചലഞ്ചുകളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യണത്, അങ്ങനെ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ശക്തിയുള്ളവരല്ലേ? ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ എത്ര എത്ര ചലഞ്ചുകളാണ് കടന്നു പോകുന്നതും. Today's affirmation: I'm grateful for my strength, my resilience, my ability to grow. I trust myself and appreciate the unique qualities that make me who I am. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ അങ്ങനെ ആയില്ലല്ലോ, നമ്മൾ ഇങ്ങനെ ആയില്ലല്ലോ, നമുക്കെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ? പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പവർഫുൾ ആകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തിനോട് ഗ്രേറ്റ്ഫുള്ളായി നന്ദിയോടുകൂടി ഓർക്കാം. ഇന്ന് ഞാൻ എൻ്റെ ശക്തികൾക്കായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രത്യേക കഴിവുകളും ഗുണങ്ങളും ശക്തികളും ഉണ്ട്. നമുക്കറിയില്ല നമ്മുടെ ശക്തി എത്രയാണെന്ന്. നമുക്ക് ഓരോ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും നമുക്ക് പരീക്ഷ എഴുതി പാസ്സാവാനും അങ്ങനെ എത്ര എത്ര ശക്തികളല്ലേ. പരീക്ഷ മാത്രമല്ല, മനോശക്തി, മനോബലം, മനോവീര്യം, മനസ്സിൻ്റെ ബലം, അതുപോലെ കായികക്ഷമത, കായിക ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത്സ് ഒരാൾക്കുള്ളത് എല്ലാം നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് തന്നെയാണല്ലേ. ഇങ്ങനെ നമ്മളെ ഓരോ ദിവസവും ശക്തിയോടുകൂടി മുന്നേറാൻ സഹായിക്കുന്ന ആ ഒരു ക്വാളിറ്റിയോട് നമുക്കിന്ന് നന്ദി പറയാം. ഇന്ന് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഹൗ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ്? നന്ദിയോട് ഓർത്തുകൊണ്ട്. പലപ്പോഴും നമ്മൾ നമ്മളുടെ കുറവുകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. എന്നാൽ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും മുന്നോട്ട് പോകാനും സഹായിച്ച നമ്മുടെ ശക്തികളെ വിലമതിക്കാൻ നാം മറന്നു പോകാറുണ്ട്. എൻ്റെ ധൈര്യത്തിനും എൻ്റെ സഹനശക്തിക്കും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനോബലത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ തളരാതെ മുന്നോട്ടു പോകാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഉള്ളിലെ ശക്തി കൊണ്ടാണ്. ഓരോ അനുഭവവും എന്നെ കൂടുതൽ ശക്തനാക്കുകയും ആത്മവിശ്വാസമുള്ളവനാക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കെന്താ ഇങ്ങനെയായിപ്പോയത്, ഞാൻ എന്താ ഇത്രയും വീക്കായിപ്പോയത് എന്നൊക്കെ. പക്ഷെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ടാവും. സോ ടുഡേ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ അവർ സ്ട്രെങ്ത്. Today's gratitude code: Your strengths are not just abilities, they are gifts that help you to grow, inspire others, and create meaningful life. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വെറും എബിലിറ്റീസ് മാത്രമല്ല കേട്ടോ. അത് നമ്മുടെ സമ്മാനങ്ങളാണ്, നമ്മുടെ ഗിഫ്റ്റുകളാണ്. നമ്മളെ ഗ്രോ ചെയ്യാനും മറ്റുള്ളവരെ വളർത്താനുമുള്ള ഗിഫ്റ്റുകളാണ്. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് എന്താണെന്നറിയോ? വാട്ട് ആർ ദ 3 strengths ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? എൻ്റെ ഉള്ളിലുള്ള 3 ശക്തികൾ, എന്നെ പവർഫുൾ ആക്കുന്ന ഏതൊക്കെ ശക്തികളാണ്, സ്ട്രെങ്ത്താണ് എനിക്കുള്ളത്, ഏതാണ് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് ഒരു ശക്തിയില്ലല്ലോ ദൈവമേ, ഐ എം ലൈക്ക് എന്താ ഇങ്ങനെയായത്, ഞാൻ കേപ്പബിൾ അല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. സിമ്പിളായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് എന്നെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ചിലർക്കത് പറ്റില്ല, ഇവരെന്തൊക്കെയോ പറയുന്നു എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്നെ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ടോ? അത് നിങ്ങളുടെ ഒരു ശക്തിയാണ്, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്താണ്, നിങ്ങളുടെ കേപ്പബിലിറ്റിയാണ്. സോ ബി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. നമുക്കതുപോലെ ചിന്തിച്ചു നോക്കൂ. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ, ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ട് അല്ലേ? ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ആലോചിച്ച് നോക്കൂ. പലതരം കഴിവുകളുണ്ടാവും.
ഓരോരുത്തർക്കും പറയാനായിട്ട് വലിയ കഴിവുകളുള്ള ആൾക്കാരുണ്ടാവല്ലേ. ചിലപ്പോൾ ചിലർ പറയും ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. അത് നമ്മുടെ ഒരു ശക്തിയാണ്, പവറാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്. ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. അത് എഴുതിയിട്ട് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്ട്രെങ്ത് അല്ലേ, ക്രിയേറ്റിവിറ്റി. ദാറ്റ്സ് ഓൾസോ മൈ സ്ട്രോങ് പോയിന്റ്. എനിക്ക് നല്ല കുക്ക് ചെയ്യാൻ കഴിയും, നല്ല പായസം ഉണ്ടാക്കാൻ കഴിയും, നല്ല ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും. ദീസ് ആർ ഓൾ യുവർ സ്ട്രെങ്ത്സ്. ഇനി ഒരു ടീച്ചറാണെങ്കിൽ നന്നായി പാഠങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. എഞ്ചിനീയർ ആണെങ്കിൽ നല്ല സ്കെച്ചസ് വരച്ച് നല്ല ബിൽഡിങ്സ് ഒക്കെ പണിയാൻ കഴിയും. ഇനി ഒരു സെയിൽസിലുള്ള ആളാണെങ്കിൽ അയാൾക്ക് സാധനങ്ങളൊക്കെ നല്ലോണം സെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ല പ്രാസംഗികനാണെങ്കിലോ നന്നായി പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. ഒരു അമ്മയാണെങ്കിലോ നന്നായി മക്കളെ വളർത്താനുള്ള കഴിവുണ്ട്. കഴിവുകളായില്ലേ ഇഷ്ടം പോലെ, നമ്മളിൽ ഓരോരുത്തരിലും കഴിവുണ്ട്. ഒരു അച്ഛനാണെങ്കിലോ നന്നായി മക്കളെ വളർത്താനും നേരായ വഴിയിലൂടെ മക്കളെ നയിക്കാനുള്ള കഴിവുണ്ട്. സോ ഹൂ എവർ യു ആർ, യു ഹാവ് ലോട്ട് ഓഫ് പവർ, ലോട്ട് ഓഫ് സ്ട്രെങ്ത് ഇൻ യു. ഹൗ ഹാവ് മൈ സ്ട്രെങ്ത് ഹെൽപ്പ് മീ ടു ഓവർകം ചലഞ്ചസ്? വി ഓൾ ഹാവ് ചലഞ്ചസ്. നമുക്ക് എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ടല്ലേ. സോ ഈ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിച്ച് ഈ വെല്ലുവിളികളെ നമ്മൾ നേരിടും. സോ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ചലഞ്ചസ് നേരിടാൻ? നന്നായി കുക്ക് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ, നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നമ്മളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഹൗ ക്യാൻ ഐ യൂസ് മൈ സ്ട്രെങ്ത് ടു ഹെൽപ്പ് അതേഴ്സ്? നമുക്ക് കിട്ടിയ സ്ട്രെങ്ത്തിനെ എങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നന്നായി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലാസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി അമ്മമാരാണെങ്കിൽ അമ്മമാർക്ക് കെയർ ചെയ്യാം, കുട്ടികളെ നന്നായിട്ട് ഒന്നുകൂടി നന്നായി കെയർ ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിനോടൊപ്പം പോഷകം നിറഞ്ഞ ഭക്ഷണം കൊടുക്കാൻ പറ്റും. നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ റിക്വയർമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണശീലങ്ങൾ മാറ്റാനും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിനൊപ്പം കുറച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു സുഹൃത്താണെന്ന് വെച്ചോ, നമ്മളൊരു സുഹൃത്താണെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റേ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ്, അതറിയും. അതായത് നമ്മൾ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളതൊന്നും ചിലപ്പോൾ ചിന്തിക്കില്ല. ചിലപ്പോൾ നമ്മുടെ സാമീപ്യം, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മളറിയാത്തൊരു സുഹൃത്ത്. എനിക്ക് ഇന്നാളൊരു സുഹൃത്തിനെ കിട്ടി കേട്ടോ, ഞാൻ ആ കഥ പറയാം. അപ്പം ഈ സുഹൃത്ത് റാൻഡംലി എന്നെ വന്ന് പരിചയപ്പെട്ട സുഹൃത്താണ്. ആൻഡ് ഷീ യൂസ് ടു ടോക്ക് ടു മീ. ദ തിങ് ഈസ് ഷീ അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. ഐ ഫീൽ ദാറ്റ് ഈസ് ഹെർ ബിഗ് സ്ട്രെങ്ത്. ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല, ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരാളെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് പറ്റണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ വർഷങ്ങളോളം താമസിക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മളെ മനസ്സിലായെന്ന് വരില്ല. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾക്കും നമ്മളെ മനസ്സിലായെന്ന് വരില്ല. നമ്മുടെ ഒപ്പം വളർന്ന സഹോദരങ്ങൾക്കും നമ്മളെ മനസ്സിലായെന്ന് വരില്ല. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് മനസ്സിലായെന്ന് വരില്ല. ചിലപ്പോൾ അടുപ്പമുള്ള സുഹൃത്തുക്കൾക്കും മനസ്സിലായെന്ന് വരില്ല. റാൻഡംലി എ പേഴ്സൺ കംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ്. സംടൈംസ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഒരാൾ നമ്മളെ വന്ന് മനസ്സിലാക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ദിസ് ഇസ് വാട്ട് യു വോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ദിസ് ഇസ് ഹൗ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇതൊക്കെ എൻ്റെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്, ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ യു, അല്ലെങ്കിൽ യു ആർ യുണീക്ക്, യു ഹാവ് സ്ട്രെങ്ത്സ്. അത് നമ്മൾ ഓർമ്മിപ്പിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു സുഹൃത്ത് പെട്ടെന്ന് വന്നിട്ട്, മിറാക്കളൊന്നുമല്ല കേട്ടോ, സത്യമാണ്. ഇങ്ങനൊരു ഫ്രണ്ട് വന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ റാൻഡംലി പരിചയപ്പെട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഷീ ഓൾവേസ് ഗീവ് മീ സ്ട്രെങ്ത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെങ്ത്. എന്താ പറയുക, നമ്മൾ വിചാരിക്കില്ല നമുക്ക് ഇത്രയധികം സ്ട്രെങ്ത് ഉണ്ടെന്ന്. അത്തരത്തിൽ ആ ഒരു ഡേ തന്നെ മോഡിഫൈ ചെയ്യും നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച്. അപ്പം ഞാൻ പറയുന്നത് അത്തരം വ്യക്തികളും നമ്മുടെ സ്ട്രെങ്ത്താണ്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഭാഗ്യങ്ങളാണ്. അവരെ നന്ദിയോടുകൂടി ഓർക്കാം. നിന്നെ കേൾക്കാൻ ഞാനുണ്ട് ഇവിടെ, നീ വർത്താനം പറഞ്ഞോളൂ എന്ന് പറയാനൊരു സുഹൃത്തുണ്ടോ? അതും നിങ്ങളുടെ സ്ട്രെങ്ത്താണ്. ഓക്കെ, ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാട്ടെ. ചില ടീച്ചേഴ്സ് പറയും എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത്, കാരണം എനിക്ക് എൻ്റെ എക്സാമ്പിൾസ് അല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഷി വാസ് ടീച്ചിങ് മീ ഫിസിക്സ്, ബട്ട് ഷി വാസ് വെരി ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഓൾസോ. അപ്പോൾ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, ജിത്ത, ഫിസിക്സിൽ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് എപ്പോഴും കിട്ടാറ്. യു ക്യാൻ വെൻ എവർ യു ആർ ഗെറ്റിംഗ് ഫ്രീ,
വെൻ ഐ എം ഗെറ്റിംഗ് ഫ്രീ ടൈം യു ക്യാൻ കം ടു മീ ഫോർ സം ഇംഗ്ലീഷ് ലെസൺസ്, ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. സോ ദാറ്റ് ടീച്ചർ വാസ് മൈ സ്ട്രെങ്ത്. സോ ഐ നോ ഐ യൂസ് ടു ഗെറ്റ് ഫുൾ മാർക്ക് ഇൻ ഫിസിക്സ്, പക്ഷെ ആ ടീച്ചർ ആ മൊമെൻറ്റിൽ എൻ്റെ സ്ട്രെങ്തായി മാറി. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷിലും നല്ല മാർക്ക് കിട്ടി. ചില സമയത്ത് ദേ ആർ അവർ ബ്ലെസ്സിങ്സ്. ചില സമയത്ത് ഓൾ ഓവർ ദ ലൈഫ് ദേ ആർ അവർ ബ്ലെസ്സിങ്സ്. നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ചിലർ, അവരുടെ മനസ്സ്, പിന്നെ ചിലപ്പോൾ നമ്മളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ മനസ്സും അവരുടെ അഭിപ്രായവും സെയിം ആവും. അവർ നമ്മുടെ സ്ട്രെങ്ത്താണ്. ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല. ഇതാണ് അവളുടെ പ്രശ്നം എന്നറിഞ്ഞിട്ടും, ഇതാണ് അവൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്നറിഞ്ഞിട്ടും ഒരു സഹായ ഹസ്തം പോലും നമുക്ക് തരാത്ത ആളുകളുണ്ടാവും. അങ്ങനെ നമുക്കുള്ള കുറേ സ്ട്രെങ്ത്തുകളുണ്ട്, നമുക്ക് ന്യൂനതകളുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത ആളുകളും നമ്മുടെ സ്ട്രെങ്ത് തന്നെയാണ്. അപ്പം അവരെയും നന്ദിയോടുകൂടി ഓർക്കുക. ഞാൻ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളുണ്ട് അല്ലേ? എന്താണ്? നമ്മുടെ റെസിലിയൻസ്, സൂപ്പർ പവറുകളുണ്ട് നമ്മുടെ ഉള്ളിലും. നമ്മൾ ഒരു മരുഭൂമിയിൽ പെട്ടാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. ആ ഒരു ശ്രമമുണ്ടല്ലോ, ദ ട്രയൽ വി ആർ യൂസിങ്, അല്ലെങ്കിൽ നമ്മൾ ദ ട്രൈ, നമ്മുടെ മനസ്സിലുള്ള ശക്തി. നമുക്കൊരു ജോലി കിട്ടി, ആ ജോലി നിലനിർത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ട്രൈ ഉണ്ടല്ലോ, നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും, നമ്മൾ ലേൺ ചെയ്യാൻ നോക്കും. സോ ദാറ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. ഞാനിപ്പോൾ ഈ ടോപ്പിക്കൊക്കെ റിസർച്ച് ചെയ്ത് 30 day ചലഞ്ച്, ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് ചെയ്യണു. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് 30 days ഡിഫറെൻറ്റ് സബ്ജക്റ്റ് അല്ലേ. സോ ഹൗ ടു ഫൈൻഡ് യുവർ ഓൺ സ്ട്രെങ്ത്, ആ ഫൈൻഡ് ചെയ്യാൻ പറ്റണത് അത് എൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? വാട്ട് ഈസ് യുവർ ഹിഡൻ പവർ ദാറ്റ് യു നെവർ റെക്കഗ്നൈസ്ഡ്? അത് പീപ്പിൾ ആവാം, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി, മനോവീര്യം, മനോബലമായിരിക്കാം. പിന്നെ നിങ്ങൾ ചലഞ്ചസ് എങ്ങനെ നേരിട്ടു, ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നന്ദിയോടുകൂടി ഓർക്കുക. നമ്മുടെ ലൈഫിൽ കുറേ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പിന്നെ കുട്ടികളാകുമ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവുകളില്ലേ, അതൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആണ് കേട്ടോ. റൈംസ് പഠിക്കാനുള്ള കഴിവുകൾ, പോയംസ്, എലക്യൂഷനൊക്കെ നമ്മൾ പോയംസും സ്പീച്ചെല്ലാം പഠിക്കുമല്ലോ, ഇതൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭാവിയിൽ എന്ത് ഉപകാരപ്പെടും? ഭാവിയിൽ ഉപകാരപ്പെടും. നമുക്ക് നല്ല വാക്കുകൾ പ്രയോഗിക്കാനും വെക്കാബുലറി പവർ ഇൻക്രീസ് ചെയ്യാനും ഈ വാക്കുകൾ ഉപയോഗപ്പെടും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയുക. നമുക്ക് എന്തിനാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ സ്ട്രെങ്ത്തിനോട് നന്ദി പറഞ്ഞ് നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളോട് നന്ദി പറയാം. മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതെ എൻ്റെ പ്രത്യേകതകളെ ഞാൻ അംഗീകരിക്കുമെന്ന് പറയുക. എൻ്റെ ജീവിതയാത്രയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഈ ശക്തികൾ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ശക്തികൾക്കും കഴിവുകൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും വളരുന്നു. നമ്മുടെ ശക്തികൾ നമ്മുടെ വെറും കഴിവുകളല്ല, ജീവിതത്തിൽ മുന്നേറാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള അനുഗ്രഹങ്ങളാണ്. Thank you for my strength. So I'm grateful for today, for sharing this beautiful video with you. This is a beautiful concept അല്ലേ? നമ്മുടെ ശക്തി തിരിച്ചറിയുക, മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.